ട്രസ്റ്റ് ട്രഷററുമായി സേവനം ചെയ്തു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇമ്മാനുവൽ സാറിന് നവജീവൻ വോളണ്ടിയേഴ്സിന്റെയും മക്കളുടെയും പേരിൽ ജന്മദിനം ആശംസിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കുന്നു. ഏതൊരു പുതിയ പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അത് ചെറുതായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരുതലും സഹായവും സഹകരണവും ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ചെടി നടുമ്പോൾ അറിയാം, ആ ചെടിക്കാണ് വളർന്ന് വലുതായതിനേക്കാൾ കൂടുതൽ കരുതൽ വേണ്ടത് ചെറിയ ഏറ്റവും ചെറുതായിരിക്കുമ്പോഴാണ്, വിത്തിൽ മാറ്റി വരുന്ന സമയത്താണ്. അതുപോലെ തന്നെയാണ് എന്ത് പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനം തുടങ്ങി വരുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായിരുന്നത്. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിത്തീരും, അത് വളരെ പരമ്പരയായിത്തീരും. അതുകൊണ്ട് ഇത് അന്തിമ ഫലം എന്തായിരിക്കും, ഇത് നടുന്നയാളിലേക്ക് വളർത്തുന്നയാൾക്ക് ഇതിനോടുള്ള താല്പര്യം അതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് സഹകരിക്കാനും വളരെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. നവജീവന്റെ വളരെ ആദ്യ കാലത്തിൽ 1991-92 ആ വർഷങ്ങളിൽ ഇതുപോലെയൊന്നും ആയിരുന്നില്ല. തീരെ ചെറിയൊരു മുറിയിൽ, ഓരോരുത്തർ ചെറിയ മുറിയിൽ, വാടകയ്ക്കെടുത്ത മുറിയിൽ വളരെ ചുരുക്കം പേർക്ക് 250-300 സംവിധാനം. അന്ന് തന്നെ 10-15 പേര് നമ്മൾ വഴി പിടിച്ചുകൊണ്ട് വന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തോമസ് ചേട്ടൻ എന്ന് പറയുന്ന മെഡിക്കൽ അറ്റൻഡൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരി ബാധ്യതയുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ തുടങ്ങുന്ന പ്രസ്ഥാനം എന്തായിത്തീരും എന്ന് സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് ഒരു സഭയുടെയോ ഒരു പള്ളിയുടെയോ ഒരു രൂപതയുടെയോ പ്രസ്ഥാനമായിട്ട് തുടങ്ങുകയാണെങ്കിൽ സഹകരിക്കാൻ ആൾക്കാർ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്, അതിനൊരു നേതാവുണ്ട്, ഒരു ബിഷപ്പൊക്കെ കാണും നോക്കാൻ സഹകരിക്കാനും. അപ്പം അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും മടി കാണുന്നില്ല, അല്ലെങ്കിൽ റിസ്ക് ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഇത് 5 മക്കളുള്ള കുടുംബസ്ഥനായ പ്രായമായ അമ്മയും ഭാര്യയൊക്കെ ഉള്ള വീടില്ലാത്ത ഒരു മനുഷ്യൻ മെഡിക്കൽ കോളേജിൽ ഡീറ്റെയിൽ ക്വാർട്ടേഴ്സിൽ മനുഷ്യൻ തുടങ്ങുന്ന പ്രസ്ഥാനം അതെങ്ങനെയായി തീരും എന്ന് ബുദ്ധിപരമായ ചിന്തയും കഴിയുന്നതും ആലോചിക്കാൻ ശ്രമിക്കും. ചിലരുള്ള സഹായം പൈസ കൊടുത്തു പോകുന്നു വരും. പക്ഷെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറാകാനായിട്ട് പൊതുവെ ആൾക്കാർ മടി കാണിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിജീവികളായിട്ടുള്ള മനുഷ്യനെ ചിന്തിക്കും. പക്ഷെ കുറച്ച് പേര് അതിൻ്റെ പിന്നിൽ സജീവമായിട്ട് അവരുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ് നവജീവൻ ഇന്ന് നമ്മൾ കാണുന്ന നിലയിൽ എത്തിയത്. ഇന്ന് നമുക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, ഒരു 4-5 കോടി രൂപയുടെ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ ഒരു 2 കോടി രൂപയ്ക്ക് പണി നടക്കുന്നു. ഒരു 150 മക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. 4 ആശുപത്രികൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അനാഥരായിട്ടുള്ള അനേകം രോഗികളെ ആശുപത്രി സംരക്ഷിക്കുന്നു. 100 പേർക്ക് മാസം 3000 രൂപ വെച്ച് കഴിക്കാനുള്ള വസതിപ്രകാരം പെൻഷൻ കൊടുക്കുന്നു. ക്യാൻസർ കിഡ്നി രോഗികൾ ഇതെല്ലാം ഇന്നുണ്ട്. ഇന്ന് കാണുന്ന എല്ലാവർക്കും ഇത് വളരെ സന്തോഷകരമായിട്ടും അഭിമാനകരമായിട്ടും പോകുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് നമുക്ക് തോന്നുന്നു.
ഇതിനകത്ത് സഹകരിക്കാൻ അനേകം പേര് തയ്യാറാവുകയും ചെയ്യും. കാരണം നവജീവനൊരു പേരെടുത്തു, അതിന് ബ്രാൻഡ് നെയിമുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ബ്രാൻഡ് നെയിം ഇല്ല. ഒരു ബ്രാൻഡും ഇല്ലാത്ത അപരിചിതരായിട്ട് വ്യക്തികൾ സഹകരിക്കുവാനായിട്ടും അതേപോലെ ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാകുന്നവർ ദൈവത്താൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കുമായിരുന്നു. അന്ന് നമ്മുടെ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നവജീവൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ അതിനെ സഹകരിക്കാൻ കുറച്ച് പേരുണ്ട്, വളരെ ചുരുക്കം പേരുണ്ട്. അതിലൊരാളാണ് ഇമ്മാനുവൽ സാർ. അതാണ് ഇമ്മാനുവൽ സാറിൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുന്നത്. ട്രസ്റ്റിന് വീടുണ്ടാക്കിയത് സാറാണ് വീട് അതിൻ്റെ കരട് ഉണ്ടാക്കിയത്. അന്ന് മുതൽ അതിന് മുമ്പ് തന്നെ സാർ ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. തൊഴിലാളിയിൽ അങ്ങനത്തെ ഒരാളാണ്, അനീബ് അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ കുറച്ച് പേര് തീവ്ര അഭിലാഷത്തോടുകൂടി തോമസേൻ്റെ വകയിൽ നിന്നതുകൊണ്ട് സത്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു കുതിപ്പ് ചാടാനായിട്ടുള്ളൊരു പ്രചോദനം ചെയ്യാനുള്ള പ്രവർത്തനമുണ്ട്. അങ്ങനെ നിന്ന ഇമ്മാനുവൽ സാർ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ചെറിയ ദിശയിൽ യാതൊരു വിധത്തിലും എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു തുടക്ക പ്രായത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരു വലിയ വ്യക്തി അഡ്വക്കേറ്റാണ് സാറ്. വ്യക്തിപരം ഫാമിലിയിൽപ്പെട്ടാണ്. സാറിൻ്റെ ആ ഒരു പ്രാഗൽഭ്യം അല്ലെങ്കിൽ അറിവും ജ്ഞാനവും കുടുംബ ബന്ധങ്ങളെല്ലാം നമ്മൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണമായ സാറിൻ്റെ അനിയൻ വ്യക്തിപരം ഞങ്ങൾ തോമാച്ചായൻ എന്ന് വിളിക്കുന്ന തോമാച്ചായൻ എഞ്ചിനീയർ, അദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ എല്ലാം 2 ബിൽഡിങ്ങിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കിയത്. അതിൻ്റെ ബേസിക് വർക്കുകളെല്ലാം സൗജന്യമായിട്ട് ചെയ്തു തന്ന അദ്ദേഹമാണ്. ബാക്കി പണിയെല്ലാം വോളണ്ടിയേഴ്സാണ് ചെയ്തത്. അതൊന്നും നമുക്ക് വേറെ ലേബർ ചാർജൊന്നും ആയിട്ടില്ല. പ്ലാൻ പോലും അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്തതെന്നാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇരിക്കുന്ന വിപീഷ് സാർ, തോമാച്ചായൻ്റെ മകനാണ്. ഇമ്മാനുവൽ സാറിൻ്റെ അനിയൻ്റെ മകനാണ്. അപ്പോൾ ഈ കുടുംബത്തോടെ നമുക്കൊരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും തോമസേൻ്റെ വീട് പോലും പറഞ്ഞു കൊടുത്തത് ഒരു മുഖ്യമന്ത്രി വഹിച്ചത് വിട്ടത് തോമച്ചാനാണ്. അപ്പം ഈ അങ്ങനെയുള്ള കുടുംബത്തിലെ മുതിർന്ന ഒരാൾ ആദ്യം വന്നതുകൊണ്ടാണ് അവരെല്ലാം കുറേ വന്നത്. ഇമ്മാനുവൽ സാറ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇമ്മാനുവൽ സാർ വഴി നവജീവന ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. സാർ അന്ന് പോലെ ട്രസ്റ്റിയാണ്, ഇന്നും സാർ ട്രസ്റ്റിയാണ്. അന്ന് പോലെ ചെക്ക് ഉൾപ്പെടുന്ന സാറാണ്, ഇന്നും ചെക്ക് ഉൾപ്പെടുന്ന സാറാണ്. സാർ തോമസേനും കൂടെയാണ് ചെക്ക് ഉൾപ്പെടാനായിട്ടുള്ള അധികാരമുള്ള ട്രസ്റ്റീസിൻ്റെ. സാറിനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തോമസേട്ടൻ നമുക്കെല്ലാം ഭാഗം പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ. തോമസേട്ടനാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴേ മുതൽ യഥാർത്ഥത്തിൽ ധ്യാനത്തിന് പോകണമെന്നുണ്ടായിരുന്നു. ധ്യാനം കാരണം ഇത് മാറിപ്പോകുന്ന ഒരു സംശയം തോമസേട്ടൻ വന്നായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ക്രമീകരണം കൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് വന്നു. പ്രധാനപ്പെട്ട ഈ ദിവസം തന്നെ നടത്താനായിട്ട് സാധിച്ചു. പിന്നെ വിപീഷ് സാറിനെ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം നടത്തത്തില്ല. അങ്ങനെ ഇപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അഡ്വൈസ് തരുന്നതാണ് സാറ്. അതുപോലെ വലിയൊരു തുക എപ്പോഴും ഇവിടെ ഡൊണേഷൻ തരുന്നതാണ് സാറിൻ്റെ കുടുംബം. സാറിൻ്റെ ഭാര്യയൊക്കെ നമ്മുടെ നവജീവന് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കുന്നതാണ്. അപ്പം വിപീഷ് സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വെച്ചിരുന്ന സാറിൻ്റെ പേരാണ് ഗ്രേസ്യാൻഡിയുടെ മകൻ ലാലിച്ചൻ ആർക്കിടെക്റ്റാണ്. നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ലാലിച്ചനാണ് വരച്ചത്. ലാലിച്ചൻ സ്ഥലത്തിലാന്ന് പറയുന്നത് തിരക്കാണ്. ഗ്രേസ്യാൻഡി വരും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവരെ നമ്മുടെ ഒരു ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഓരോരുത്തരെ നമ്മുടെ ട്രസ്റ്റി ഷിബു സാറ് ബാക്കിയുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്ത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സന്തോഷ നിമിഷത്തിൽ കേക്ക് മുറിക്കുവാനായി ഇമ്മാനുവൽ സാറിനെ ക്ഷണിക്കുന്നു.
മോശമാണെന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് നീട്ടാതിരിക്കുന്നതായിരിക്കും സാറിന് ഏറ്റവും സന്തോഷം. നമ്മുടെ നവകേന്ദ്ര ആരംഭകാലത്ത് സാറും ൂരാമച്ചനും നമ്മുടെ തോടും ക്രിസ്ത്യൻ ബിജുവും ചങ്ങനാശ്ശേരിയിലുള്ള സർവനായ ഡോക്ടർ തോമസ് എയും അനീവും റിജിമോനും ഇവരൊക്കെ ആ കടന്നു വന്ന കാലങ്ങളെല്ലാം ദൈവം ഇവരെ നവജീവന്റെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തതാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ആവേശകരമായ ഭക്തിയും ആഗ്രഹവും അനുകമ്പയും കരുണയും ഒക്കെ എനിക്ക് ദൈവം ഒരുപാട് പറഞ്ഞു. പക്ഷേ നവജീവന്റെ ആരംഭത്തിലേക്ക് വന്നപ്പോഴുള്ള ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്നേക്കാൾ കഴിവുള്ളവര്, എന്നേക്കാൾ വിദ്യാഭ്യാസവും പ്രാർത്ഥനയും മറ്റൊത്തിരി നന്ദിയുള്ള സഹോദരങ്ങളാണ് നവജീവന്റെ തുടക്കത്തിൽ നമ്മുടെ ശക്തി പ്രാപിച്ചത്. ഉദാഹരണം പോയി സാറ് നമ്മുടെ കൂടെ വരുമ്പോഴേ വെട്ടൂർ കുടുംബമായിട്ട് നമ്മുടെ നവജീവന് നല്ലൊരു ബന്ധമാണ്. അടുത്ത ബന്ധുക്കളെ പോലെ തോമാസിനുള്ള കാലവും അതിനുശേഷമുള്ള കാലവും സുരീഷയുടെ വന്നുള്ള ഉരീഷിയുടെ കുഞ്ഞു പ്രായവും അതുപോലെ ഇമ്മാനുസാറിൻ്റെ എച്ചാനും അമ്മയായിട്ട് ഞാൻ വലിയ സ്നേഹമുണ്ടായിരുന്നു. തോമസിൻ്റെ വീട്ടിൽ ചെല്ലുകയും ചിലരം ഞങ്ങൾ പക്വാനം പ്രയോഗിച്ചിരുന്ന കാര്യങ്ങൾ ഈ പാരമ്പര്യ വൈദ്യം അല്ലെ പാരമ്പര്യ രോഗം എന്ന് പറയുമ്പോഴാണ് പാരമ്പര്യമായിട്ട് ഒത്തിരി സത്യസന്ധതയും പ്രാർത്ഥനയും നീതിയും ദാനധർമ്മമുള്ള ഒരു കുടുംബമാണ് വെട്ടൂർ കുടുംബം. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ 2023 കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ ഒരുപാട് പേര് മരണങ്ങൾ കാണാനിടയായി. അവരെല്ലാം പ്ലാസ്റ്റിക് തുറന്നു കെട്ടി കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത് കാണാനിടയായി. ഞാൻ 2024 ഞാൻ പഠിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ് ഈ ആയുസ് തന്ന അനുഗ്രഹിച്ചത്. 90 വയസ്സിൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ കർത്താവായ ദൈവം പൂർവ്വപിതാക്കന്മാർ വഴിയായിട്ട് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് ഈ ദീർഘായുസ് എന്ന് പറയുന്നതൊക്കെ. എൻ്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത നീതിയുടെയും നന്മയുടെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെ ഒരു ഫലമാണ് പിന്നീടുണ്ടാകുന്ന തലമുറകൾക്കൊക്കെ ദൈവം അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എല്ലാ കാര്യങ്ങളിലും ഇമ്മാനുസാറിൻ്റെ വലിയ സാന്നിധ്യം. ഇമ്മാനുസാറിന് പ്രത്യേകിച്ച് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അഡ്വക്കേറ്റാണ്. നിയമപരമായ എല്ലാ കാര്യങ്ങളിലും ഇമ്മാനുസാർ നമ്മുടെ കൂടെ നിന്നു. ഇമ്മാനുസാറിൻ്റെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ എല്ലാം കൂടെയാണ് നവജീവൻ. സാധാരണ ഭക്തിക്കുന്നവർക്കൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ കാര്യം സാധിക്കാനായിട്ട് അവർ പഠിച്ച ലോയിലായിരിക്കും പിന്നെ അവർ ചെയ്തിരുന്നത് പറയുന്നവർ. ഇമ്മാനുസാർ അങ്ങനെയല്ല, നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ കൂടെ നിന്ന് സഹായിച്ച ഒരു വലിയ വ്യക്തിത്വമാണ്. കഴിഞ്ഞു പോകുന്ന കാലങ്ങളിൽ കൂടെ ഇമ്മാനുസാർ എന്തെല്ലാം ഓർക്കാനുണ്ട്. പഴയ നവജീവൻ പോലെ അന്നുള്ളവർക്ക് കോളിനും എല്ലാവർക്കും എന്തെല്ലാം ദൈവാനുഗ്രഹങ്ങളിലേക്ക് ഓർക്കാനുണ്ട്. അപ്പം നവജീവന് കാലാകാലങ്ങളിൽ ഇമ്മാനുസാറിൻ്റെ ആ വലിയ സാന്നിധ്യവും സഹകരണവും നവജീവനുള്ളിടത്തോളം കാലം അത് വരും തലമുറയ്ക്കും അത് നിലനിൽക്കും. അങ്ങനെയുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതുപോലൊക്കെ പറഞ്ഞു നമുക്ക് അതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം ഞാൻ മോനിച്ചോട് പറഞ്ഞു, നിർബന്ധമായിട്ടും നമുക്ക് വീഡിയോയും ഫോട്ടോയും കാണും. ഒരു 10-20 കൊല്ലങ്ങൾ കഴിയുമ്പോൾ, കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ കാലത്തെക്കുറിച്ച് കഷ്ടപ്പെട്ടവരെക്കുറിച്ച് വരും തലമുറകളും വരാനിരിക്കുന്ന അനേകർ അറിയേണ്ടത് ആവശ്യമാണ്. എങ്ങനെ ഇത് തുടങ്ങി, ആ തുടങ്ങിയ കാലഘട്ടത്തിലെ കഷ്ടപ്പാടിൽ കൂടെ നിന്ന് ആരൊക്കെയാണ്, അവരുടെയൊക്കെ ആ ജീവിതം എന്തായിരുന്നെന്ന് അടുത്ത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലുള്ളവർ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇങ്ങനെ ചടങ്ങുകൾ കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പം ഇന്നത്തെ ദിവസം നവജീവൻ മക്കളായ ഞങ്ങളെല്ലാവരെയും ഒരുപാട്
നന്ദിയും സ്നേഹവും ആദരവും ആശംസയും അറിയിക്കണം. നവജീവനിൽ ഞങ്ങളെല്ലാവരും ഉള്ളിടത്തോളം കാലം നാം ഇമ്മാനുവൽ സാറിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഈ ചാപ്പലിൽ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളൊരു ആശംസയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ നവജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരും ഇവിടുത്തെ മക്കളും എല്ലാം ഞാൻ ഇന്ന് വെളുപ്പിനെ കേൾക്കുമ്പോൾ ഇമ്മാനുവൽ സാറിന് ഊരാകത്തിന് മരിച്ച മാത്തുച്ചേട്ടൻ, കുഞ്ഞാൽ മാത്തുച്ചേട്ടൻ, എരമേലി ശിവു, അതിരമ്പഴി, റോസമിൻ വിൽക്കി, കണ്ണി ജോസഫ്, മെഡിസൺ പച്ചൻ, മണിമലയന്ത്രം എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് അവർ ഒത്തിരി സേവനം ചെയ്ത് കടന്നുപോയത്. പുള്ളിയുടെ ഉള്ളിൽ ആ ഒരു വലിയൊരു സ്വാർത്ഥതയും നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് സഹായിക്കുന്നവരെ എന്നും പ്രഭാതത്തിലിരുന്ന് പ്രാർത്ഥനയെ ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാണ്. അവരുമായിട്ട് ഒന്നിച്ച് ജീവിച്ച കാലങ്ങൾ, ക്രിസ്മസ്, ഈസ്റ്റർ, ആഘോഷങ്ങൾ, വാർഷികങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെയൊക്കെ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദൈവത്തിൽ വലിയൊരു സംതൃപ്തിയായിരിക്കും. എല്ലാ പ്രഭാതവും പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത്തിലുള്ള ആത്മീയ മനുഷ്യർ. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരാപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും നമുക്ക് നോക്കാൻ പാടില്ല. അവർ നേരെ നമ്മൾ കണ്ടിട്ട് പറയുന്നത് നമ്മളോട് ഒരുപാട് കാഠിന്യമേറിയ സ്നേഹം കൊണ്ട് പറയുന്നതാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കഴിവുകൾ. എപ്പോഴും മനുഷ്യനെ പൊക്കി പറയുന്നതും അത് നന്മ തന്നെ പറയുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തിരിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തിന് എപ്പോഴും മനസ്സാറിനോടും ഈ പ്രത്യക്ഷനോടും വലിയ ബഹുമാനവും ആദരവും സ്നേഹവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു അവസാനിക്കാത്ത സ്നേഹമാണ്. എന്നുവരെ ജീവിതം ദൈവം തരുന്നുണ്ടോ അന്നുവരെയും തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആദരവും സ്നേഹവും ഞാൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അതെൻ്റെ സ്വാർത്ഥതയുടെ ആവശ്യമാണ്. തീരുമാനിച്ചാറിന് ഞങ്ങളെല്ലാവരും പ്രത്യേകം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഓർക്കുകയും ചെയ്യും. അതുപോലെ സ്ഥാപനം നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങളെല്ലാവരും ഉള്ളിടത്തോളം കാലം നിർത്താത്ത പ്രാർത്ഥനയായിരിക്കും. ഇമ്മാനുവൽ സാറിൻ്റെ ജന്മദിനത്തിൽ വരുന്ന നവജീവൻ ദൃശ്യത്തിലൂടെ ഇമ്മാനുവൽ സാർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം, നമുക്കൊരു പ്രതിഫലം ഒരു സർക്കാർ വരുന്നതല്ല, മറ്റൊരു സന്നദ്ധ സംഘടനകൾ വരുന്നതല്ല. ഈ നവജീവൻ മക്കളുടെ പ്രാർത്ഥന അതെന്നും ഉണ്ടായിരുന്നു. അത് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സംഭവബഹുലമായ ഒരു ജീവിതവുമായി തീരും. അങ്ങനെയൊക്കെ ആയിത്തീരാൻ കർത്താവായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹവും നന്ദിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇമ്മാനുവൽ സാറിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നവജീവന്റെ സ്നേഹ സമ്മാനം കൈമാറുന്നതിനായി നവജീവന്റെ മകനായ സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ സാർ, ഇവിടെയൊക്കെ പ്രിയപ്പെട്ട സംശയത വിനീഷ് സാർ, വളരെ പ്രിയപ്പെട്ട സർവ ശുശ്രൂഷകരെ, പ്രിയപ്പെട്ട മക്കളെ, ഇമ്മാനുവൽ സാറിൻ്റെ കർത്താവ് കഴിഞ്ഞ 90 വർഷം നടത്തിയതിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനുമാണല്ലോ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുക. ഇമ്മാനുവൽ സാർ 90 വയസ്സായി. നമുക്കൊക്കെ ഓരോ പ്രായമായി. ഞാനിപ്പോൾ അടുത്ത മാസം 49 വയസ്സാവും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ആളുകളുടെ ജീവിതങ്ങളെ നമ്മൾ വിലയിരുത്താറുണ്ട്.
ചില ആളുകളെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി സമ്പന്നതയിൽ കഴിഞ്ഞവര് നമ്മുടെ ഈ ഒരു പീരീഡില് ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലർ തകർന്നു പോയിട്ടുണ്ട്. ചിലർ വളരെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി കഴിഞ്ഞ ആളുകൾ ഇന്ന് സാമ്പത്തികമായ വലിയ ഉന്നതിയിൽ എത്തിയതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ മാനുഷികമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ സമ്പത്താണ് നമ്മുടെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് കാണുന്നത്. എന്നാൽ ബൈബിളില് ചരിത്രം, ആളുകളുടെ ചരിത്രം എഴുതുമ്പോൾ അവരുടെ ദൈവത്തോട് കൂടെയുള്ള ജീവിതം, ആത്മീയതയാണ് അവിടെ വിലയിരുത്തുന്നത്. അയാൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു. ഇമ്മാനുവൽ സാറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഏറ്റവും വലിയൊരു സന്തോഷം, ഇമ്മാനുവൽ സാറ് കർത്താവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ നാൾ മുതൽ ഈ ഒരു വളർച്ച ഇമ്മാനുവൽ സാറിൽ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത്. 2-3 കാര്യങ്ങളാണ് എനിക്ക് ഇമ്മാനുവൽ സാറിന് കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ള കാര്യം. ഒന്ന്, കോളേജ് നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയും എനിക്ക് ക്ഷീണമാണ്, എനിക്ക് പ്രയാസമാണ്, അല്ലെ? 60 കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ സാധാരണപ്പെട്ട മനുഷ്യൻ അങ്ങനെ ക്ഷീണമാണെന്ന് പറഞ്ഞ് അങ്ങ് മാറി. സാറിന് 90 വയസ്സാണ്. നമ്മളൊരു മീറ്റിങ്ങിനോ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഇന്ന് വരെ സാറ് എനിക്ക് ക്ഷീണം അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് പുറകോട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊന്നാണ്, നമ്മുടെ പ്രായം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 60 കഴിഞ്ഞാൽ പിന്നെ പരാതികൾ ഇഷ്ടംപോലെ നമ്മുടെ നിന്ന് വരും. അറിവുകൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം സാറേ, ഷിബു സാറേ, ബാക്കി എല്ലാ സുഹൃത്തുക്കളും ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയാനായിട്ട് ഞാൻ അത്രയ്ക്ക് യോഗ്യനൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ നവജീവനമായിട്ട് അടുത്തപ്പോൾ അതിൻ്റെ കൂടെ സഹകരിച്ച് ചെയ്യണമെന്ന് തോന്നി. ഇതിനെ ഒരു ഫസ്റ്റായിട്ട് നവജീവനെ ആക്കാനായിട്ടുള്ള ഒരു തീരുമാനം തോമസ് ചേട്ടനും അച്ഛനും ബാക്കി അനി ഭണിക്കാരനും എല്ലാവരും കൂടെ കൂടി തീരുമാനമെടുത്തപ്പോൾ അതിനുവേണ്ടി എന്നെ സമീപിക്കാൻ അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ കോട്ടയത്ത് വന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയാനായിട്ട് ഇടയായിരുന്നു. നവജീവനിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അന്ന് തോമസ് ചേട്ടനെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിവില്ലായിരുന്നു. ഏതാണെങ്കിലും ഞാൻ നേരത്തെ മദർ തെരേസയുടെ ഒരു കോവർക്കർ, അദ്ദേഹത്തെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് കോട്ടയത്ത് 1974 മുതൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അന്ന് അതിൻ്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ഇതിലെല്ലാം താല്പര്യം കുറെ കൂടാനായിട്ടിടയായി. മദർ തെരേസ ആദ്യകാലങ്ങളിൽ 74 മുതൽ 80 വരെ എല്ലാ വർഷങ്ങളിലും കോട്ടയത്ത് വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്താനും അതിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നടത്താനും ഒക്കെ ആയിട്ട് നല്ലത് വരുമായിരുന്നു. ആ സമയത്തെല്ലാം ഒരു കൺവീനർ എന്നുള്ള നിലയ്ക്ക് കോവർക്കേഴ്സിൻ്റെ അവരെ പ്രതിനിധീകരിച്ച് ഞാനുമായിട്ട് മദർ തെരേസ വർത്തമാനം പറയുകയും കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുകയും മുനിസിപ്പൽ കാര്യങ്ങളെ സംബന്ധിച്ചും അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും മദർ തെരേസയുമായിട്ട് അടുത്തിരുന്ന് ചർച്ച ചെയ്യാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ തോമസ് ചേട്ടനും അനീതിക്കും എല്ലാവരും കൂടി ഈ ട്രസ്റ്റ് വീട് തയ്യാറാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും കാര്യത്തിൽ ഇടപെട്ടു. അതോടൊന്നിച്ച് ഈ ട്രസ്റ്റിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ഊരാളച്ഛനുമായിട്ട് എനിക്ക് നേരത്തെ കുറച്ച് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് ഊരാളച്ഛൻ ഇതിൻ്റെ പേട്രൺ എന്നുള്ള നിലയ്ക്ക്
ഊരാളച്ചനെ നിശ്ചയിക്കുകയും അങ്ങനെ ഊരാളച്ചനും ബാക്കി തോമസ് ചേട്ടനും മറ്റുള്ള പ്രവർത്തകരും എല്ലാം ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അനീപമായിട്ടും എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും അങ്ങനെ ഈ നവജീവനുമായിട്ട് അടുക്കാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും എല്ലാം സാധിച്ചത് വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അത് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും അത് നന്മയ്ക്കായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് സേവനങ്ങൾ ചെയ്യാനായിട്ട് നവജീവന് സാധിച്ചു. അത് ഒരാളുടെയും തോമസിൻ്റെയും അനീവിൻ്റെയും എല്ലാം ആദ്യകാലം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സംബന്ധിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം ആ ഒരു വളരെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ ആറ്റിറ്റ്യൂഡുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചത്. ഇപ്പോഴാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആദ്യകാലത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് നടത്താനായിട്ട് ഇപ്പം തോമസ് ചേട്ടനും ഗോൾഡൻ ഷാർ ഷിബു ബാക്കി എല്ലാ കുഞ്ഞാട്ടും എല്ലാവരും സഹകരിക്കുകയും പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും എല്ലാം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മുടെ ഞാനിവിടെ ഒരു പടം തയ്യാറാക്കിയതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഈശോയുടെ ഒരു വാക്യമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് യേശു പറയുന്ന ആ ഒരു വാക്യം എല്ലാ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിലും യേശുവുമായിട്ട് ചേർന്ന് നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമായി തീരാനായിട്ട് ഇടയാകട്ടെ. അതിന് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. എൻ്റെ ഇത്രയും സ്നേഹപ്പെട്ട ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ സാർ, പ്രിയപ്പെട്ട തോമസ് ചേട്ട, വിഷ് ചേട്ട, പോയേട്ട, എല്ലാ ശുശ്രൂഷകരും മക്കൾക്കും എൻ്റെ സ്നേഹം തന്നെ അറിയിക്കുന്നു. വീട്ടിലും കുടുംബവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി തോമസ് ചേട്ടൻ പരാമർശിച്ചു. ഞാനതിന് കേട്ടിട്ടുണ്ട്. വിഷ് സാറിനെ എനിക്ക് പേഴ്സണൽ പരിചയത്തിൽ തന്നെയും നമ്മുടെ കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ വലിയൊരു കടപ്പാട് വീട്ടിൽ കുടുംബവുമായിട്ട് നാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്മാനുവൽ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇമ്മാനുവൽ സാറിനെ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇമ്മാനുവൽ സാർ മുഖിഞ്ഞ് സംസാരിക്കാൻ കേട്ടിട്ടില്ല. നമ്മൾ എന്ത് കുഴഞ്ഞ് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇമ്മാനുവൽ സാർ ഒരിക്കലും മുഖിഞ്ഞ് സംസാരിക്കുന്നത് വേണേ നമ്മൾ വഴക്ക് പറയുമോ അല്ലെങ്കിൽ മീൻസ് എനി ആക്ഷൻ എടുക്കാവുന്ന കേസുകളാണ് തന്നെയും മുഖമൊന്നും മുഖിയുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളായിട്ട് ഓഫീസിൽ ചെന്നിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വേറൊരു കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇമ്മാനുവൽ സാർ ഭയങ്കര ബദ്ധശ്രദ്ധനായിരിക്കും. ആദ്യം ഇമ്മാനുവൽ സാർ ഒരു പേന എടുക്കും, ഒരു പേപ്പർ എടുക്കും. നമ്മൾ പറയുമ്പോൾ ഇമ്മാനുവൽ സാർ അതുപോലെ കുറിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് വായ്പണിയാണ് കാണിക്കുന്നത്. കാര്യം നമ്മളൊരാൾ നമ്മളൊരു കാര്യം സംസാരിക്കാൻ നമ്മൾ ഇരുന്ന് കേൾക്കും. പക്ഷേ ഇമ്മാനുവൽ സാർ ആദ്യം പേപ്പർ എടുക്കും, ഒരു ഇംഗിതൻ മഷി കഴിക്കുന്ന പേനയുണ്ട്, ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യും. ഇമ്മാനുവൽ സാർ ഇങ്ങനെ ഇത്രയും അത്രയും ഒരു സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ഇമ്മാനുവൽ സാർ അത്രയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളിലും കീനായിരുന്നു, അത്രയ്ക്ക് ബദ്ധശ്രദ്ധനായിരുന്നു, അത്രയ്ക്ക് ഉത്സുകനായിരുന്നു. ഇമ്മാനുവൽ സാറിന് ഇപ്പം 90 വർഷം ഈ ദൈവവിഗ്രഹത്താലായിരുന്നു പൂർത്തിയാക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ പകുതിയൊന്നും പോവുകയാണ്, അതിനപ്പുറത്ത് ഞങ്ങൾ പോവുകയെന്ന് അതുകൊണ്ട് എങ്കിലും അതൊക്കെ ദൈവപ്പെടുത്തേക്കുന്ന വലിയൊരു കൃപയും കാരുണ്യമാണ്. ഇമ്മാനുവൽ സാറിൻ്റെ സേവനത്തെ ഞങ്ങൾ എല്ലാവരും മാനിക്കുന്നു. തീർച്ചയായിട്ടും തോമസനും പറഞ്ഞതുപോലെ ഷിബു മാണ്ടി പറഞ്ഞതിനപ്പുറത്തേക്ക് ഇതൊന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും ഷിമാനിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമ്മാനുവൽ സാറ് നൽകിയ വലിയ സേവനത്തെ തോമസ് ചേട്ടനും അവരുടെ എല്ലാ മക്കളും ഇന്നുവരെയുടെ ശുശ്രൂഷയിൽ കടന്നു പോയിട്ടുള്ള എല്ലാവരും സ്നേഹവും ഓർക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇമ്മാനുവൽ സാറിൻ്റെ ഈ
നല്ല ഒരു ജീവിതത്തിലെ ഏറ്റവും അതിശ്രേഷ്ഠമായ ദിവസം നമ്മൾ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ ഇമ്മാനുവൽ കാണിച്ച ആ വലിയ സന്മനസ്സിന്, പ്രായത്തെ വകവെക്കാതെ കടന്നു വന്ന ആ വലിയ സന്മനസ്സിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തോമസേട്ടന് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. തോമസേട്ടൻ നമ്മുടെ എല്ലാമാണ്. എങ്കിലും ഒരു ഔപചാരികയുടെ ഭാഗമായിട്ട് തോമസേട്ടനുള്ള ഏറ്റവും വലിയ സ്നേഹവും നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ വിനീഷ് സാറിനെ സംബന്ധം പറയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വിനീഷ് സാറ് കർട്ടന്റെ പുറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അവരുടെ സ്വാതന്ത്ര്യം പറഞ്ഞ നമ്മുടെ കോളേട്ടൻ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാര്യം ഒത്തിരി കാര്യങ്ങളിൽ കോളേട്ടൻ സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, സ്ട്രെസ് എടുക്കുന്നുണ്ട്. അതിൻ്റെതായ ഒത്തിരി നന്മയുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കോളേട്ടന് ആരോഗ്യപരമായിട്ട് ഒത്തിരി പ്രശ്നമുള്ള ആളാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം പലപ്പോഴും കോളേട്ടൻ്റെ വൈഫ് എന്ന് പറയാറുണ്ട്, മോൻസി പ്രകാശ് അറിയിക്കുന്നത് കോളേജിനെ വൈകൊണ്ടിരിക്കുന്നത്. മോൻസി പ്രകാശ് വന്ന് അവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, പ്രകാശിന് വയ്യാത്ത ആളാണ്, പ്രകാശിനെ നോക്കിക്കോണം, എന്തെങ്കിലും കൂടുതലൊന്നും സ്ട്രെയിൻ എടുക്കാൻ പറയാൻ മാസ്ക് വെക്കാൻ പ്രത്യേകം പറയണം. അപ്പൊ അത്രയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിയാണ് കോളേജ്. പക്ഷെ അതൊന്നും അയാൾ സ്വന്തം ആരോഗ്യത്തെ വലിയ കാര്യങ്ങൾ പരിഗണിക്കാതെ വളരെ സിൻസിയറായിട്ട് നമുക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം തോന്നുന്നു, ഇപ്പൊ ഇവിടുത്തെ പ്രിസ്ക്രിപ്റ്റേഴ്സ് എന്ന് ഞാൻ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്കും 5 പൈസയുടെ സാമ്പത്തികമായ യാതൊന്നും വെച്ചുകൂടിയില്ല. ഇവരിടുന്ന സത്യം പറഞ്ഞാൽ ഇവരുടെ സമയവും സത്യം പറഞ്ഞാൽ ഇവിടുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ഇവിടുന്നത്. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള 5 പൈസയുടേതായ യാതൊരു സാമ്പത്തികമായ നേട്ടങ്ങളോ ഒരു ഭൗതികമായ ഒരു നേട്ടങ്ങളോ പേരോ പെരുമയോ പ്രശസ്തിയോ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ദൈവമാത്രത്തിന് വേണ്ടി അവതരിപ്പിച്ച ശുശ്രൂഷയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ആ ശുശ്രൂഷകൾ നിർവഹിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് അനുഗ്രഹിച്ചതിനോട് പ്രത്യേകിച്ച് ശുഭാനുള്ള നന്ദിയും സ്നേഹവും ഹൃദയം അർപ്പിച്ചുകൊള്ളുന്നത്. അതുപോലെ തന്നെ എല്ലാ ശുശ്രൂഷകർക്കും എല്ലാ വോളണ്ടിയേഴ്സിനും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും ഹൃദയം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് കേൾക്കുന്നു. നന്ദി, നമസ്കാരം. നവതി ആഘോഷത്തിന് നിറവിലായിരുന്ന ഇമ്മാനുവൽ സാറിന് ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ദേശീയ ഗാനത്തിനായി നമുക്ക് എഴുന്നേൽക്കുന്നു. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ഛല, ജലധി, തരംഗ, തവ ശുഭ നാമേ ജാഗേ, तब शुभ आशीष मागे, गागे तब जय गाथा। जय गण मंगलदायक जय हे भारत भाग्य विधाता, जय हे